കഥ കസേരകളി കഥകളി. വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ രാഹുലിന് ഒരു ആഗ്രഹം, വടക്കേ ഇന്ത്യയിൽ കൂടി ഒരു സീറ്റിൽ മത്സരിക്കണമെന്ന്. ഇവിടുത്തെ പ്രചാരണമൊക്കെ അടിപൊളിയായിരുന്നെങ്കിലും കോൺഗ്രസിൻ്റെ പതാക പുറത്തെടുത്ത് പ്രചാരണം ഒന്ന് കളറാക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് റായ്ബറേലി കൂടി പത്രിക കൊടുത്തിരിക്കുകയാണ് രാഹുൽ മാൻ. അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെപ്പറ്റി ചെന്നിത്തല പറയും. ഇന്ത്യൻ ജനാധിപത്യം സംരക്ഷിക്കാനും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരാനും രാഹുൽ ഗാന്ധിയുടെ ഈ തീരുമാനം സഹായകമാകും എന്ന പൂർണ്ണ വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ഉത്തർപ്രദേശിലെ ഹൃദയഭൂമിയിൽ ശ്രീ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതോടെ അവിടെ BJPക്കെതിരായ പ്രചരണവും ശക്തമാവുകയും വടക്കേ ഇന്ത്യയിൽ വലിയൊരു പ്രതീക്ഷ ജനങ്ങളിൽ ഉണർത്താൻ ഈ സ്ഥാനാർത്ഥിത്വം സഹായിക്കുകയും ചെയ്യും. ചുമ്മാ തങ്ങിയെന്ന് തോറ്റാ പോരെ, അതിന് ഈ വീരവാദം വേണോ? ചുമ്മാ തങ്ങിയെന്ന് തോറ്റാ പോരേന്ന്. നീ അവനെ അങ്ങനെ മോശക്കാരനാക്കാൻ പറ്റും വേണ്ട, പുഷ്പം പോലെ ജയിക്കാവുന്നതേ ഉള്ളൂ അല്ലേ മോനെ? അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം രാജ്യത്തിന് ആവശ്യമാണ്, ജനങ്ങൾക്ക് ആവശ്യമാണ്. BJPയെ പരാജയപ്പെടുത്തി ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരാൻ രാഹുൽ ഗാന്ധിയുടെ ഈ സ്ഥാനാർത്ഥിത്വം കൊണ്ട് വളരെയധികം പ്രയോജനപ്പെടുമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമുണ്ട്. ഏതായാലും നീ തോക്കും, നിനക്കൊരു ചാൻസ് ഉണ്ട്. വേണ സിനിമയെ പാടാനായിരിക്കും, അല്ല ഞങ്ങളുടെ പാടത്ത് പശുവിനെ ഓടിക്കാൻ. വയനാട്ടിൽ അദ്ദേഹം മത്സരിച്ചു. വയനാട്ടിലെ ജനങ്ങളുമായി വികാരപരമായ ബന്ധമാണ് ശ്രീ രാഹുൽ ഗാന്ധിക്കുള്ളത്. അത് തുടരും. പിന്നെ ഏത് സീറ്റ് വേണമെന്നുള്ളതൊക്കെ നിലനിർത്തണം എന്നുള്ളത് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ റായ്ബറേലിയിലെ മത്സരം കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും വലിയ ആവേശമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് BJPയാണ് വലിയ തോതിൽ പ്രതിസന്ധിയിലായിരിക്കുന്നത്. ഉത്തർപ്രദേശിലെ അദ്ദേഹത്തിൻ്റെ വിജയത്തോടെ ചിത്രം മാറാൻ പോകുന്നു എന്നുള്ളതാണ് വസ്തുത. കേരളത്തിൽ ഒരു ദിവസം എത്രയെത്ര സമരങ്ങളാണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ കണക്ക് പറയാൻ വലിയ പാടാണ്. അത്രയധികം വെറൈറ്റി സമരങ്ങളാണ് ഈ നാട്ടിൽ നടക്കുന്നത്. ഇവിടെ ഉറങ്ങുന്ന മന്ത്രിയെ ഉണർത്താൻ വേണ്ടി ചെണ്ട കൊട്ടുകയാണ് കുറേ സമരക്കാർ. എന്താ അല്ലേ? ഡ്രൈവിംഗ് സ്കൂൾ മേഖലയ്ക്കെതിരെ ഇന്ന് 8ാം ദിവസത്തിലേക്ക് സമരത്തിൽ കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേവരെ ഡ്രൈവിംഗ് സ്കൂൾ മേഖലയെ ഉണർത്തുന്നതിന് വേണ്ടിയിട്ട്, അതേപോലെ നമ്മുടെ മേഖലയുമായി ഈ 4/2024 പരിഷ്കാരത്തിൽ നിന്നും ഗതാഗത വകുപ്പ് പിൻവലിയാതെ ഇപ്പോഴും ഉറക്കം നടിച്ചിരിക്കുന്ന മന്ത്രിയെ നമ്മൾ ഉണർത്താൻ വേണ്ടിയിട്ട്, ചെണ്ട കൊട്ടി ഉണർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സമരവുമായിട്ട് ഞങ്ങൾ ഇവിടെ ഇന്ന് തൃശ്ശൂർ താലൂക്ക് ടെസ്റ്റ് ഗ്രൗണ്ടിൽ, അത്താണി ടെസ്റ്റ് ഗ്രൗണ്ടിൽ നമ്മൾ ചെണ്ട കൊട്ടി മന്ത്രിനെ ഉണർത്താനുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മൾ ഒരു സമരം, പുതിയൊരു സമരവും മുഖവുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ. അതിൻ്റെ ആരംഭം കുറിക്കുകയാണ്. ഇനി ഈ ആഴ്ചയിലെ കഥകളിപ്പദം. ഇന്ത്യ രാജ്യത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ സഹായിക്കാത്തവരാരും ഈ പാർട്ടിക്കകത്ത് ആവശ്യമില്ല. ഞാൻ ഇത്രയും നിർണായക തെരഞ്ഞെടുപ്പ്, രാഹുൽ ഗാന്ധി ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് ഫീൽഡ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ ലോക്കലായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് വിട്ടു നിൽക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു പാർട്ടിക്ക് ആവശ്യമില്ല. ആരാണെങ്കിലും ഞാൻ KPC അല്ല വിനസം താഴെ തട്ടിൽ ആളെ ഉണ്ടാക്കാൻ നോക്കണം. അതല്ലാതെ മേലെ തട്ടിൽ ഇങ്ങനെ ആളെ മാറ്റി കൊണ്ടൊന്നും താഴെ തട്ടിൽ ആൾ പൊട്ടി മുളയ്ക്കൊന്നും.